ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGS പരീക്ഷയ്ക്ക് ആവശ്യമായൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. 70/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഇതാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3 ഏതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഈഴവ മെമ്മോറിയൽ, അടുത്തത് വൈക്കം സത്യാഗ്രഹം, 1 ഗുരുവായൂർ സത്യാഗ്രഹം, 3 പാലിയം സത്യാഗ്രഹം. ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, 1900 ഏത് വൈസ്രോയ്ക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഉത്തരം ലോർഡ് കഴ്സൺ. 1900 ഏത് വൈസ്രോയ്ക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആർക്കാണ്? ലോർഡ് കഴ്സൺ എന്നാണ് 1900 2ാം ഈഴവ മെമ്മോറിയൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവർ ശരിയായ ജോഡി കണ്ടെത്തുക. 1 ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, വക്കം അബ്ദുൽ ഖദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ഇവിടെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ബടാനന്ദൻ, വക്കം അബ്ദുൽ ഖദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. അടുത്തത്, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി DK കാർവേ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ്? പൂനെയിൽ എന്നാണ്. 1916 ആരാണ്? DK കാർവേ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണേ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ബി ചൗരി ചൗര സംഭവമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു മാരത്തോൺ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ചരിത്രത്തിനെ പറ്റിയിട്ടുള്ളത്. അതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ അതെന്തായാലും കണ്ടുവെക്കണം, നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, പെട്ടെന്ന് തന്നെ അത് കണ്ടു തീർക്കണേ. അപ്പോൾ അടുത്തത്, സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. ബംഗാൾ. അപ്പോൾ തെബാഗ സമരം എവിടെയാണ് നടന്നത്? തെബാഗ സമരം അതും ബംഗാളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? INCയുടെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഓപ്ഷൻ ബി ബോംബെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ഓപ്ഷൻ ബി ആണ്, ബോംബെ. അടുത്തത്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ലോക്സഭയിൽ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ലോക്സഭയിൽ. അടുത്തത്, മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? ബി ഹൈക്കോടതി. അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതിയാണ്. അടുത്തത്, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതി. അടുത്തത്, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, താഴെ പറയുന്നവർ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. ഏതാണ് ഉത്തരം? 1ഉം 2ഉം ശരിയാണ്. ഒന്നാമത്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ശരിയാണ്. സ്ഥിരം സഭയാണ്, ശരിയാണ്. 5 വർഷമാണ് സഭയുടെ കാലാവധി, ശരിയാണോ? അത് തെറ്റല്ലേ. അടുത്തത്, സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു, തെറ്റാണല്ലേ. അപ്പോൾ 1ഉം 2ഉം ശരി.
അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 മെയ് 2 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2025 മെയ് 2 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. അടുത്തത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഓപ്ഷൻ സി ചൈന. ഏത് രാജ്യവുമാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈന. പഞ്ചശീല കരാർ ചൈന എന്നാണ്. 1954 പഞ്ചശീല കരാർ ചൈന. അടുത്തത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്തത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസി. അടുത്തത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. അടുത്തത് ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? ഹിരാക്കുഡ് ഏതാണ്? ഹിരാക്കുഡ് 1, 3 മഹാനദിയാണ്. ഹിരാക്കുഡ് മഹാനദി. 2 സർദാർ സരോവർ. എവിടെയാണ് സർദാർ സരോവർ? നർമ്മദ. സർദാർ സരോവർ നർമ്മദ. 3 കൃഷ്ണരാജസാഗർ. എവിടെയാണ്? കാവേരി. കൃഷ്ണരാജസാഗർ കാവേരി. അടുത്തത് നിസാം സാഗർ. എവിടെയാണ്? 4, 2 ഗോദാവരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജസാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണേ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. പുനർഗേഹം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടെ വരെയാണ്? കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടെ വരെ? കൊല്ലം മുതൽ ചെങ്കോട്ട വരെ. അടുത്തത് ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണെന്നാണ്. 1, 4 സവിശേഷതകൾ അല്ല. 1 ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. സവിശേഷതകൾ അല്ല 1, 4. നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നു. അപ്പം 1, 4 സവിശേഷതകൾ അല്ലാത്തത്. ഈ ലോകത്തിൽ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയുടെ സവിശേഷതയാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ ഹിമാദ്രിയുടെ സവിശേഷതയാണ്. അപ്പം 1, 4 സവിശേഷതകൾ അല്ല. അടുത്തത് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ്? ബ്രഹ്മപുരമാണ്. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ബ്രഹ്മപുരം. അടുത്തത് 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അടുത്തത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. നോക്കിക്കേ, പാമ്പാടുംചോല ഏതാണ്? ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇത്. പാമ്പാടുംചോല. പാമ്പാടുംചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. 2 മതികെട്ടാൻ ചോല. 2003 ദേശീയോദ്യാനമായി മതികെട്ടാൻ ചോല. 2003 ദേശീയോദ്യാനമായി മതികെട്ടാൻ ചോല. 2003 ദേശീയോദ്യാനമായി. ഇനി ഇരവുകുളം. ഇരവുകുളം നീലഗിരി താർ. ഇരവുകുളം നീലഗിരി താർ. സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ഓപ്ഷൻ ഡി ആണ്. പാമ്പാടുംചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നീലഗിരി താർ. സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ഓപ്ഷൻ ഡി.
അടുത്ത 33ാമത്തെ ചോദ്യം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദം ഉഷ്ണക്കാറ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതകമായ ഉഷ്ണക്കാറ്റ്, ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ ആണ്. അടുത്തത്, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമിടുന്ന പദ്ധതിയാണെന്ത്? കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതുമായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. അടുത്തത്, നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങൾ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ ടൈഗർ റിസർവ് ആണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. അടുത്തത്, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് അറിയപ്പെടുന്നത് എന്താണ്? കരേവ മണ്ണ്. കരേവ കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്? കരേവാസ് മണ്ണ്. അടുത്തത്, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ. മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ. നമുക്കൊരു മഴനിഴൽ പ്രദേശം ഉണ്ടല്ലോ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. 40ാമത്തെ ചോദ്യം, വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായവ തിരിച്ചറിയുക. നോക്കിക്കേ, കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായത് ഏതാണ്? 1ഉം 4ഉമാണ് തെറ്റ്. കല്ലടയാറിൻ്റെ പതനസ്ഥാനമാണെന്നുള്ള തെറ്റാണ്. മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ എന്ന് പറയുന്നതും തെറ്റാണ്. നോക്കി, അടുത്തത്, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. എന്ത്? ഓപ്പറേഷൻ ബ്രഹ്മ. എവിടെയാണ്? മ്യാൻമാറിലാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? നീണ്ടകര. ഇനി അടുത്തത്, കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരിച്ചറിയുക. ഏതാണ്? 3ഉം 4ഉം ശരി. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണെന്നുള്ളത് ശരിയാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണെന്നുള്ളത് ശരിയാണ്. അടുത്തത്, ചേരുംപടി ചേർക്കുക. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടാണ്? ആലപ്പുഴയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം. എവിടാണ്? ആലപ്പുഴ. ചന്ദ്രഗിരി കോട്ട എവിടാണ്? കാസർഗോഡ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലം. പുനലൂർ തൂക്കുപാലം എവിടെയാണ്? കൊല്ലം. വാഗൻ ട്രാജഡി സ്മാരകം മലപ്പുറം. ഓക്കെ, കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലം. വാഗൻ ട്രാജഡി സ്മാരകം എവിടെയാണ്? മലപ്പുറം. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക. ബൂർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. 2ഉം 4ഉമാണ് ശരി കേട്ടോ. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. അടുത്തത്, കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം കോകില സന്ദേശം. അടുത്തത്, ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളുകളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. ഇതാണ് ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇതാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരി. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളെ തെറ്റായ കണ്ടെത്തുക. ഇതാണ് തെറ്റ്. 1, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. 4, ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും. തെറ്റാണ്.
6 നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്നതും തെറ്റാണ്. അപ്പോൾ 1, 4, 6 തെറ്റാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. 4 ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. 6 നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ലെന്നതും തെറ്റാണ്. 1, 4, 6 തെറ്റാണ്. അടുത്തത് 2025 മാർച്ചിൽ അന്തരിച്ച ബാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ബാൽ കിൽമർ ചലച്ചിത്ര രംഗം. 2025 മാർച്ചിൽ അന്തരിച്ച ബാൽ കിൽമർ ഏത് മേഖലയിലാണ് പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിന്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സാറ ജോസഫ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫ്. അടുത്തത് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. സുഭദ്ര യോജന പദ്ധതി ഒഡീഷ. ആർക്കാണ്? വനിതകൾക്ക്. അടുത്തത് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. ഇനി കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഫംഗസ് ആണ്. കരിമ്പൻ ഫംഗസ്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കുരുമുളക്. പതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കുരുമുളക്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അടുത്തത് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതാണ്? കൂടിയാട്ടം മാത്രമാണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കൂടിയാട്ടം. അത് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന 2ഉം 4ഉമാണ് ശരി. 2 ഏതാണ്? വാഹനങ്ങൾ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. ഇത് 2ഉമാണ് ശരി. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ ഏതാണ്? ജെ തോംസൺ. പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ റൂദർഫോർഡ്. ഇതിലേതാണ് ശരി? 1 മാത്രമാണ് ശരി കേട്ടോ. ഇലക്ട്രോൺ ജെ തോംസൺ. ഈ പ്രോട്ടോൺ ആരാണ്? റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ ആരാണ്? ചാഡ്വിക് ആണ്. 2ഉം തമ്മിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ 1 മാത്രമാണ് ശരി. ആരാണ്? ഇലക്ട്രോൺ ജെ തോംസൺ. പെൻ RTC എന്ന് ഓർത്താൽ മതി. പെൻ RTC. അടുത്തത് താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? കലാമിൻ. സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ഏതിൽ നിന്നാണ്? കലാമിൻ. 63 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഏതാണ് മാസ് നമ്പർ 1 ആയ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? എല്ലാം ശരിയാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ എല്ലാം ശരിയാണ്. അടുത്തത് 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തമാണ്. 2023 രസതന്ത്ര നോബൽ ക്വാണ്ടം ഡോട്ട്. നോബൽ സമ്മാനമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി ഓർത്ത് വെച്ച് പഠിക്കണേ. അടുത്തത് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. അടുത്തത് മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. അടുത്തത് വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ സാൽമോണല ടൈഫി. വൈഡൽ പരിശോധന സാൽമോണല ടൈഫി. അടുത്തത് രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. ഫാഗോസൈറ്റിക് കോശം മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? 0.8 സെക്കൻഡ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ. അടുത്തത് ക്ഷയരോഗം
പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? BCG. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേര് BCG. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 mg. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 mg. അടുത്തത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപ്പാളി ഏത്? മെനിഞ്ചസ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നത് മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K. കട്ട പിടിക്കാൻ K. രക്തം കട്ട പിടിക്കാൻ ജീവകം K. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി പദ്ധതിയാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? നെഗ്ലേറിയ ഫൗലേരിയാണ്. നെഗ്ലേറിയ ഫൗലേരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി നെഗ്ലേറിയ ഫൗലേരി. നെഗ്ലേറിയ ഫൗലേരി. അടുത്തത് 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. ആശാധാര. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? ഇതാണ് 9 × 6 = 54. ഇതാണ് ശരി. അടുത്തത് 20ൻ്റെയും 30ൻ്റെയും മുസാക 10 ആണെങ്കിൽ അവിടെ ലസാഗു എത്രയാണ്? 60. 8/3 4/3 ഭാഗം എത്രയാണ്? 24/12 അല്ലേ? 24/12 എത്രയാണ്? 2. അടുത്തത് 726 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചാൽ ഓരോ കഷത്തിൻ്റെ നീളം എത്രയാണ്? 726/100. അപ്പോൾ എത്രയാണ്? 7.26 സെൻറ്റിമീറ്റർ. ഇനി 8² + 9² വില കാണുക. എത്രയാണ്? 145. ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരൻ്റെ 6 കുട്ടികളുടെ ശരാശരി സ്കോർ 18 പോയിൻ്റാണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? ഉത്തരം 19. √64 + √100 വില എന്താണ്? 64. 8 + 10 എത്രയാണ്? 18. അടുത്തത് ഒരു വ്യക്തി 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭശതമാനം എത്രയാണ്? 25%. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കണ്ടെത്തുക. 70 ഡിഗ്രിയാണ്. ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ്? 15 km/h. ഇനി വില കാണുക. വില കാണുക. എത്രയാണ് വില? A 20. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? B 30. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. ഏതാണ്? 2, 3, 5, 11. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? പൂർണ്ണസംഖ്യയാണ്. എണ്ണൽ സംഖ്യ അല്ല, രേഖീയ സംഖ്യയാണ്. അപ്പോൾ 1, 3 ആണ് ശരി കേട്ടോ. പൂർണ്ണസംഖ്യയാണ്, രേഖീയ സംഖ്യയാണ്. താഴെ പറയുന്നതിൽ ഒറ്റേനെ കണ്ടെത്തുക. ഏതാണ്? 28. ബാക്കിയെല്ലാം സ്ക്വയറുകളാണ്. 6², 5², 7². 96ാമത്തെ ചോദ്യം. താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ചൊരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക. പ്രൊട്രാക്ടർ. സീതയ്ക്ക് അവളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. മകൻ്റെ വയസ്സ് എത്ര? C 15. ബസ് സ്റ്റാൻഡിൽ നിന്ന് 10-ന് യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 മണിക്ക് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നെങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്ര? ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 PM അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്രയാണ്? 3 മണിക്കൂർ. അടുത്തത് 3/2 കിലോഗ്രാമിന് 10 മടങ്ങ് എത്ര കിലോഗ്രാമാണ്? 3/2 × 10. അപ്പം 3/2 × 10. അപ്പോൾ 30/2 എന്ന് പറഞ്ഞാൽ 15. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37-ാമതാണെങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്രയാണ്? 29. അപ്പോൾ ഇതാണ് അടുത്തൊരു ചോദ്യ പേപ്പർ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കണം. ഇതിൻ്റെ ഒരു മാരത്തോൺ, ഒരു ഓട്ടപ്രദക്ഷിണം എന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ചരിത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം.
നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. നല്ലൊരു ക്ലാസ്സാണ്. എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. ഇന്ത്യൻ ചരിത്രം ഇനി തിരിഞ്ഞ് വേറെ എവിടെയും പോകേണ്ട ഒരു ആവശ്യമില്ല. ഇമ്പോർട്ടൻസ് എല്ലാ പോയിൻറ്റ്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.